ഹലോ. സ്നേഹദൂരം ഭാഗം എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. രചന റൻസി പ്രിൻസ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് ജയന്തി ടെൻഷൻ അടിക്കരുത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറയുന്നത്. അമ്മയുടെ മുഖത്തേക്ക് നോക്കി സേതുവങ്കിൾ അത് പറഞ്ഞപ്പോൾ ജാനകിയിലും വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു. തങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് പറയാനുള്ളതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം എല്ലാവരും ആകാംക്ഷയോടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്തു. ജോത്സ്യൻ വിളിച്ചിരുന്നു. ഞാൻ പറയാതിരുന്നത് അപ്പോഴത്തെ സന്തോഷം നഷ്ടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ജാനിമോളുടെ ജാതകത്തിന് ഒരു പ്രശ്നമുണ്ട്. അമ്മയുടെ മുഖം ആശങ്കയാൽ നിറഞ്ഞു. പ്രശ്നമെന്ന് വെച്ചാൽ പേടിക്കേണ്ട പ്രശ്നമൊന്നുമല്ല. സേതു ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ജയന്തിക്ക് പരിഭ്രമം തുടങ്ങിയിരുന്നു. എന്താച്ചാ, എന്താ അവളുടെ ജാതകത്തിന് പ്രശ്നം? ശ്രീഹരിക്കും ആശങ്കയായി. ഞാൻ പറഞ്ഞില്ലേ, അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോൾക്ക് 20 വയസ്സിനുള്ളിൽ വിവാഹം നടക്കണം. അതായത് 20 വയസ്സ് തികയുന്നതിന് മുൻപ്. ഇപ്പോൾ 19 വയസ്സായില്ലേ. ഇല്ലെങ്കിൽ പിന്നെ 38 വയസ്സ് കഴിഞ്ഞിട്ടേ വിവാഹം നടക്കുമെന്നാണ് പറയുന്നത്. പ്രതീക്ഷിച്ചത്ര ദുരന്തപരമായ ഒന്നും ആയിരുന്നില്ല കേട്ടത് എന്നത് ഒരാശ്വാസം എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. അത്രയുള്ളോ? ഞാൻ പേടിച്ചുപോയി. സുഗന്ധി പറഞ്ഞു. അത്രയുള്ളോന്നോ? അത് ചെറിയ കാര്യമാണോ? അവൾ ചെറിയ കുട്ടിയല്ലേ. ഇപ്പോഴേ അവളെ പിടിച്ച് കെട്ടിക്കാൻ പറ്റുമോ? ശ്രീദേവ് അമ്മയുടെ നേരെ ചോദ്യം ഉന്നയിച്ചു. 20 വയസ്സെന്ന് പറയുന്നത് പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റുന്ന പ്രായം തന്നെയാണ്. അതത്ര ചെറിയ പ്രായമൊന്നുമല്ല. ഇതിപ്പോൾ അവൾക്ക് 19 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്കൊരു ചെക്കനെ നോക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യും. സുഗന്ധി പറഞ്ഞപ്പോൾ ജയന്തിക്കും നേരിയൊരു ആശ്വാസം തോന്നി. എങ്കിലും പെട്ടെന്നൊരു വിവാഹം, അതിനെപ്പറ്റി ചിന്തിക്കാൻ ജയന്തിക്ക് സാധിച്ചിരുന്നില്ല. അതിനു മാത്രം ഒന്നും ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല മകൾക്ക് വേണ്ടി. എന്നാൽ ഈ വാർത്തയുടെ നടുക്കത്തിലായിരുന്നു ജാനകി. തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞ ദിവസം തന്നെ തനിക്ക് കേൾക്കേണ്ടി വന്നത് തൻ്റെ വിവാഹകാര്യത്തെ പറ്റിയുള്ള ചർച്ചകളാണ്. എങ്കിൽ പിന്നെ 2 വിവാഹവും ഒരുമിച്ച് നടത്താം. സുഗന്ധി അങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ സേതുവിനും അത് നല്ലതാണെന്ന് തോന്നിയിരുന്നു. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്ക് ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും ജാനിക്കുട്ടിക്ക് 20 വയസ്സിന് മുമ്പ് ഒരു ചെക്കനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ നല്ലൊരു ചെക്കനെ ഇവൾക്ക് വേണ്ടി കണ്ടുപിടിക്കണം. ശ്രീഹരി അത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ഹൃദയവേദന അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മറ്റാരെയും കണ്ടുപിടിക്കേണ്ട, ഹരിയേട്ടൻ തന്നെ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറയാൻ അവളുടെ മനസ്സ് വെമ്പി. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നിരുന്നില്ല. ഒന്നും പറയാതെ അവൾ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ശ്രീവിദ്യയും അവളെ അനുഗമിച്ചിരുന്നു. ശ്രീദേവിനും അത്ര നേരത്തെ അവളെ വിവാഹം കഴിപ്പിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവനക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ അച്ഛ? എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ അവളെ കല്യാണം കഴിപ്പിക്കുന്നത്? ഇപ്പം 20 വയസ്സായിട്ട് പോലുമില്ല. ശ്രീദേവ് പറഞ്ഞപ്പോൾ ശ്രീഹരി അവനെ തിരുത്തി. ഒക്കെ ഒരു വിശ്വാസമല്ലേ ദേവ. നാളെ നമ്മൾ ഇതൊന്നും കേൾക്കാതെ അവളുടെ കല്യാണം നടത്തിയെന്ന് വെക്കുക. മറ്റൊരിക്കൽ അവൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ ചിന്തിക്കില്ലേ, ഒരു പക്ഷെ അന്ന് വിവാഹം നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഇതിപ്പം നമുക്കൊരു സാവകാശം ഉണ്ടല്ലോ. പയ്യനെ കണ്ടുപിടിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നമുക്കെല്ലാവരും ഇല്ലേ? നമ്മളെല്ലാവരും കൂടി അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത് മോശപ്പെട്ടതൊന്നും ആയിരിക്കില്ല. ശ്രീഹരി അത് പറഞ്ഞപ്പോൾ ജയന്തിക്ക് ഒരു ആശ്വാസം തോന്നി. സുഗന്ധി ജയന്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജയ വിഷമിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു പയ്യനെ തന്നെ അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കാം. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ആരെയും തലയും മുറുക്കി ഇറങ്ങാൻ പോവാ, അല്ലേ ദേവ? ശ്രീദേവിനെ നോക്കി ശ്രീഹരി ചോദിച്ചപ്പോൾ ആശങ്കയോടെ നിൽക്കുന്ന ജയന്തിയുടെ മുഖത്തിന് മുൻപിൽ മറ്റു മറുപടികളൊന്നും പറയാൻ അവനുണ്ടായിരുന്നില്ല. അതെ, അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ ജയന്തിക്കും ആശ്വാസമായി. താൻ ഒറ്റയ്ക്കല്ലെന്നൊരു ആശ്വാസം. ഈ വിവരം കേട്ടപ്പോൾ മുതൽ മിണ്ടാതെ നിൽക്കുന്ന ജാനകിയുടെ അരികിലേക്ക് ശ്രീവിദ്യ വന്ന് അവളുടെ തോളിൽ പിടിച്ചു. എനിക്കറിയാം നിനക്ക് വിഷമായിട്ടുണ്ടാവും. എന്തു ചെയ്യാനാ? അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെ വില്ലെന്ന് പറയുന്നത് ജാതകമാണ്. അതിലെന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നാൽ പിന്നെ വീട്ടിലുള്ളവർ സ്വസ്ഥത തരില്ല. നീ വിഷമിക്കേണ്ട. ഏതായാലും ഉടനടിയൊന്നും നിന്റെ കല്യാണം നടക്കില്ല. കുറച്ചെങ്കിലും സമയമെടുക്കും. അതിനുള്ളിൽ നമുക്കെന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. സമാധാനമായിട്ടിരിക്കെ. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി ഈശ്വരൻ തുറക്കുമെന്നാണല്ലോ പറയുന്നത്. ശ്രീവിദ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവളുടെ മനസ്സ് തണുത്തിരുന്നില്ല. ജാതകത്തിലുണ്ടായിരുന്ന പൊരുത്തക്കേടായിരുന്നില്ല അവളുടെ വേദനയെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. ഹരിയേട്ടൻ പറഞ്ഞ വാക്കുകളാണ് തന്നെ വേദനിപ്പിക്കുന്നത്. തനിക്ക് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാമെന്ന്, അതിന് ഹരിയേട്ടൻ തന്നെ മുൻകൈ എടുക്കാമെന്ന്. താൻ കൂടുതലും മനസ്സിലിപ്പോൾ കൊണ്ടു നടക്കുന്ന രൂപം ഹരിച്ചേട്ടൻ്റെ ആണല്ലോ. ആ ഹരിയേട്ടൻ തന്നെ തനിക്ക് വേണ്ടി വിവാഹ ചെറുക്കനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു നോവ് മനസ്സിൽ ഉടലെടുത്തു. ഹരിയേട്ടനൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിനെ തണുപ്പിക്കാൻ നോക്കിയിട്ടും അത് കഴിയുന്നില്ല. ഹരിയേട്ടൻ തന്നിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങുകയാണെന്ന് മനസ്സ് പറയുന്നത് പോലെ. ആ ചിന്ത പോലും അവളെ വല്ലാത്ത ഭയത്തിൽ കൊണ്ടുചെന്നാഴ്ത്തി.
വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ശ്രീവിദ്യ ആശ്വസിപ്പിച്ചു. അതൊന്നും അവൾ കേട്ടില്ല. അവളുടെ മനസ്സിൽ ഒരു രൂപം മാത്രം തെളിഞ്ഞു നിന്നു. ആ ഹൃദയം അറിയാതെ തൻ്റെ പ്രണയം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. ഉടലും ഉലകും അറിയാതെ തൻ്റെ ഹൃദയം തടവിലാക്കിയവൻ, താൻ പോലും അറിയാതെ തന്നെ പ്രണയിക്കാൻ പഠിച്ചവൻ, പെട്ടെന്ന് മറക്കാൻ കഴിയുമോ അവനെ തനിക്ക്? ഇല്ല, അങ്ങനെയൊരു ഭ്രമമല്ല ജാനകിക്ക് ശ്രീഹരി. അവന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ഓരോ സെക്കൻഡുകളാണ് തൻ്റെ പ്രണയം, അതിൻ്റെ ആഴം. അവളുടെ മനസ്സ് തൻ്റെ മസ്തിഷ്ക യുദ്ധം തന്നെ നടത്തി. തിരിച്ചും മറിച്ചുമൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടും ശ്രീഹരി എന്ന പ്രണയനാളം കൂടുതൽ ജ്വലിച്ചു തന്നെ നിന്നു, പ്രഭയോടെ. ഒരാളുടെ സ്വന്തമാകുന്നത് മാത്രമാണോ പ്രണയം? അല്ലേ അല്ല. ഒരു നിർബന്ധങ്ങളുമില്ലാതെ അയാളെ മനസ്സിൽ സൂക്ഷിക്കുന്നതും പ്രണയം തന്നെയല്ലേ? വ്യവസ്ഥകളില്ലാത്ത പ്രണയം. ജാനി, നിന്നെ ഹരിയേട്ടൻ വിളിക്കുന്നു. എത്ര ഗ്രാഹ്യമായ ആലോചനയും പരിസമാപ്തിയിലെത്താൻ ആ ഒരു പേര് തന്നെ ധാരാളമല്ലേ തന്നിൽ? വിദ്യേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. അപ്പോൾ ആ സാമീപ്യം തനിക്ക് നൽകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് ജാനകി വിചാരിക്കുകയായിരുന്നു. ഹരിയേട്ടനോ എവിടെ? അങ്ങനെ ചോദിച്ചപ്പോൾ സ്വരമൽപ്പം ഉയർന്നു പോയോ എന്ന് പോലും അവൾ ഭയന്നു. ശ്രീവിദ്യയുടെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഏട്ടൻ ബാൽക്കണിയിലുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് നടക്കുവാൻ കാലുകൾക്കൊരു പ്രത്യേക ധൃതി പോലെ തോന്നി അവൾക്ക്. അവനെ കണ്ടപ്പോഴേക്കും ഓടി അരികിലെത്താൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. ബാൽക്കണിയുടെ കൈവരിയിൽ പിടിച്ചു നിൽക്കുന്നവനെ കണ്ട നിമിഷം മുതൽ മനസ്സിൽ നിറയുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവൾ പെടാപ്പാട് പെടുകയാണ്. പഴയതുപോലെയല്ല. ഹരിയേട്ടനെ കാണുമ്പോൾ ഇപ്പോൾ അനുഭവപ്പെടുന്നത് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആള് തനിക്കാരാണെന്നുമൊക്കെ ആ നിമിഷം വിസ്മരിക്കും പോലെ. പ്രിയപ്പെട്ടവനെ കണ്ടപ്പോൾ മുതൽ ലോകം അവനിലേക്ക് ചുരുങ്ങിപ്പോയതുപോലെ. തെറ്റ് 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 എന്ന്1000 വട്ടം മനസാക്ഷി അലമുറയിടുമ്പോഴും മനസ്സത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ എല്ലാം തനിക്ക് തോന്നുന്നത് പ്രണയം മാത്രമാണ്. പ്രണയത്തിൻ്റെ ഏറ്റവും മധുരമായ നിമിഷമായി മാറുന്നു. താൻ ഏറ്റവും പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ തനിക്കുണ്ടാവുന്ന സന്തോഷം. ആ സാന്നിധ്യം തൻ്റെ അരികിലുണ്ടാകുമ്പോൾ കണ്ണിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾക്ക് മറ്റൊരു നിറമാണ്. ഇതിനു മുൻപ് എത്രയോ വട്ടം ഒറ്റയ്ക്ക് ഹരിയേട്ടൻ തന്നോടൊപ്പം നിന്നിരിക്കുന്നു. മോളെ. ആ നിമിഷത്തെ അവൻ്റെ ഒറ്റ വിളി മതിയായിരുന്നു അവളുടെ മനസ്സിൽ തോന്നിയ എല്ലാ മോഹങ്ങളെയും തച്ചുടയ്ക്കാൻ. മോളേന്ന്. അവൻ്റെ വിളി വീണ്ടും ആ പഴയ ജാനകിയായി പോകും പോലെ. അല്ലെങ്കിൽ തന്നെ ഒരു സഹോദരൻ്റെ വാത്സല്യം നൽകിയാണ് സ്നേഹിക്കുന്നതെന്ന തോന്നൽ. അതോടെ തൻ്റെ മനസ്സിൽ അവനോട് തോന്നുന്ന എല്ലാ പ്രണയവും ഒരു നിമിഷം കൊണ്ട് നിസ്സഹായം മാത്രമാകുന്നത് പോലെ. തൻ്റെ പ്രണയം പെട്ടെന്ന് തന്നെ മനസ്സിനുള്ളിലെ ജാലകത്തിലേക്ക് ചേക്കേറി. നിനക്ക് ഭയങ്കര വിഷമാണെന്ന് വിദ്യ പറഞ്ഞു. എന്തുപറ്റി? അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തിയാണ് പറയുന്നത്. പക്ഷെ ആ സ്പർശനം, അത് തനിക്ക് നൽകുന്നത് വാത്സല്യവും കരുതലുമല്ല ഹരിയേട്ട, പ്രണയം മാത്രമാണ്. ചുട്ടുപൊള്ളുന്ന പ്രണയം. അവൾ മനസ്സിൽ പറഞ്ഞു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ജാനിക്കുട്ടി. എനിക്കറിയാം പെൺകുട്ടികളെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ച് വേണ്ട കാര്യമൊന്നുമില്ലെന്ന്. നിനക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്. വിദ്യാഭ്യാസം പൂർത്തിയാക്കുക തന്നെ വേണം. എത്രത്തോളം പഠിക്കാം അതിനൊക്കെ മോൾക്ക് സഹായം തരുന്ന ഒരാളെ, മോളെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രമേ നിനക്ക് കൊടുക്കൂ. ജാതകത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നു എന്ന് കരുതി എടുത്തു പിടിച്ച് കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. വളരെ പതുക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ച് കല്യാണം നടത്തും. നീ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. സൗമ്യമായി തന്നെ അവൻ പറഞ്ഞു. ഹരിയേട്ടാ, എനിക്ക് കല്യാണമൊന്നും വേണ്ട ഇപ്പോൾ. അവൾ കരയുമെന്ന നിലയിലായി. ഉടനെ ഒന്നും ആരും നടത്തുന്നില്ലടാ. ഞാൻ പറഞ്ഞില്ലേ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഹരിയേട്ടനല്ലേ പറയുന്നത്. ഹരിയേട്ടൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ ഹരിയേട്ടൻ പറയുന്നതിനപ്പുറം മറ്റൊന്നും തനിക്കില്ലെന്ന് ആർത്തലച്ച് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. മോള് വിഷമിക്കരുത്. നീ വിഷമിച്ചിരുന്ന നിൻ്റെ അമ്മയ്ക്കും വിഷമാവും. നിനക്കറിയാലോ, വയ്യാതിരിക്കുകയാണ്. നിൻ്റെ കാര്യത്തിൽ ഒന്നാമത്തെ ടെൻഷനാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ വിവാഹം കഴിയുമ്പോൾ അമ്മയുടെ മനസ്സിലൊരു സമാധാനമാണ്. എൻ്റെ കുട്ടി, സമാധാനത്തോടെ ഇരിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ, ഹരിയേട്ടന് വേണ്ടി. അത് പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി സമ്മതിച്ചിരുന്നു. ഇനി ഹരിയേട്ടൻ്റെ കുട്ടി നന്നായി ഒന്ന് ചിരിച്ചേ. ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ വിടർന്നൊരു പുഞ്ചിരി അവന് വേണ്ടി അവൾ സമ്മാനിച്ചിരുന്നു. എങ്കിൽ മോള് പോയി കിടന്നു. യാത്രയൊക്കെ ചെയ്തതല്ലേ, ഹരിയേട്ടൻ ഉറക്കം വരുന്നു. അവളോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങി അവൻ്റെ കൈത്തണ്ടയിൽ അവൾ പിടിച്ചിരുന്നു. എന്താ ജാനിക്കുട്ടി? എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ ഹരിയേട്ടൻ എനിക്കൊപ്പം ഉണ്ടാവില്ലേ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. രാവിലെ അവൾ തന്നോട് പങ്കുവച്ചൊരു സംശയം മനസ്സിൽ വച്ചായിരിക്കും അവൾ അങ്ങനെ സംസാരിക്കുന്നതെന്നാണ് അവന് തോന്നിയത്.
വിവാഹം കഴിഞ്ഞാൽ തന്നെയും ഈ കുടുംബത്തെയും ഒക്കെ പിരിയേണ്ടി വരുമെന്ന് അവൾ ഭയക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവൾക്കൊരു വേദനയെന്ന് തോന്നിയതുകൊണ്ട് അവൻ ആ നിമിഷം അവളെ ആശ്വസിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കി. ഈ ഹരിയേട്ടൻ ജീവനോടുള്ള കാലം വരെ ജാനിക്കുട്ടിക്കൊപ്പം ഉണ്ടാവും. അവളുടെ കൈകളിലേക്ക് കൈവച്ച് അങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വിശ്വാസം തോന്നിയിരുന്നു. എങ്കിൽ എൻ്റെ തലയിൽ കൈവച്ച് പറയുമോ? കൊച്ചു കുട്ടികളെപ്പോലെ അവളത് ചോദിച്ചപ്പോൾ മനസ്സിലാവാതെ ചോദ്യഭാവത്തിൽ അവളെ തന്നെ നോക്കിയവൻ, അതെന്താ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേടി? വിശ്വാസക്കുറവുകൊണ്ടല്ല ഹരിയേട്ട, എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി. അങ്ങനെയൊന്ന് ഹരിയേട്ടൻ പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായിനി. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇത് വിചാരിച്ച് നീ ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കണ്ട. ശ്രീഹരി മരിക്കുന്ന നാൾ വരെ നിന്നോടൊപ്പം ഉണ്ടാവും. അവളുടെ തലയിലേക്ക് കൈവച്ച് അങ്ങനെയൊരു സത്യം നൽകുമ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സിൽ അതൊരു പ്രണയസാഗരമായി തനിക്കായി അലയടിക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞതേയില്ല. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. പുതിയ കഥ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ, മഴയോർമ്മയായി. ഒരു ക്യൂട്ട് പ്രണയമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.